രാവണന്റെ ഏറ്റവും വലിയ പാപം ഏതായിരുന്നു? നമ്മളെല്ലാവരും പറയും സീതയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന്, അല്ലേ? പക്ഷേ അതായിരുന്നില്ല തുടക്കം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കഥയുടെ ക്ലൈമാക്സ് മാത്രമായിരുന്നു. ആ കഥയുടെ തുടക്കം കുറിച്ചത് രാവണൻ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോണം. ഒരുപാടങ്ങ് പുറകോട്ട്, വിജനമായൊരു വനത്തിലേക്ക്. ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കൂ. അവിടെ കത്തിജ്വലിക്കുന്ന ഭക്തിയോടെ ഒരു യുവതി തപസ് ചെയ്യുകയാണ്. അവരുടെ പേരാണ് വേദവതി. ഈ വേദവതി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയെ ആയിരുന്നില്ല കേട്ടോ. അവരുടെ പിറവി തന്നെ വളരെ വിശേഷപ്പെട്ട ഒന്നായിരുന്നു. അച്ഛൻ ബൃഹസ്പതിയുടെ മകനായ കുശധ്വജൻ, അമ്മയാണെങ്കിൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഒരു അവതാരവും. പോരാത്തതിന് അവർക്കൊരു വിധിയുമുണ്ടായിരുന്നു, മഹാവിഷ്ണുവിന്റെ പത്നിയാകുക എന്നത്. അതൊരു വെറും ആഗ്രഹമായിരുന്നില്ല, അതവരുടെ നിയോഗമായിരുന്നു. അപ്പോ ഈ നിയോഗം പൂർത്തിയാക്കാനായി അവർ തിരഞ്ഞെടുത്ത വഴി എന്താണെന്നോ? കഠിനമായ തപസ്യ. തപസ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ കണ്ണടച്ചിരിക്കുന്ന ധ്യാനമാണെന്ന്. അല്ല, അങ്ങനെയല്ല. അതൊരു ഭയങ്കരമായ ആത്മീയ സാധനയാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ മുഴുവൻ ജ്വലിപ്പിക്കുന്നൊരു പ്രക്രിയ. വേദവതിയുടെ തപസ്സിന് അത്രയ്ക്ക് ശക്തിയുണ്ടായിരുന്നു. ചുറ്റുമൊരു പ്രഭാവലയം തന്നെ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ പ്രഭാവലയം, ഈ വെളിച്ചം, അതാണ് നമ്മുടെ കഥയിലെ വില്ലനെ അങ്ങോട്ട് ആകർഷിച്ചത്. അതെ, അവിടെയാണ്, ആ വനത്തിൽ വെച്ചാണ് അഹങ്കാരം പരിശുദ്ധിയുമായി നേർക്കുനേർ വരുന്നത്. ഒരു യുഗത്തിന്റെ വിധി തന്നെ മാറാൻ പോകുന്ന ആ കൂടിക്കാഴ്ച ഒന്ന് ഓർത്തു നോക്കൂ. ലങ്കയുടെ അധിപനായ രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ പറന്നു പോകുകയാണ്. അപ്പോഴാണ് താഴെ വനത്തിൽ നിന്ന് ഈ ഒരു അസാധാരണമായ തിളക്കം കാണുന്നത്. എന്താണിതെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവൻ നേരെ താഴേക്കിറങ്ങി. അവിടെ അവൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അഗാധമായ തപസ്സിലിരിക്കുന്ന വേദവതിയെ. അവരുടെ ആത്മീയ ശക്തി കാരണം സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിച്ചിരുന്നു. അവിടെ ശരിക്കും 2 ലോകങ്ങൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിരുന്നു. ഒരു വശത്ത് വേദവതി, അവരുടെ ലക്ഷ്യമെന്താ? മഹാവിഷ്ണുവിൽ ലയിക്കുക, ഒരു ആത്മീയമായ ലക്ഷ്യം. അതിനുള്ള വഴി തപസ്സും. മറുവശത്ത് രാവണൻ, അവന്റെ ലക്ഷ്യമോ? ഈ ലോകം മുഴുവൻ കീഴടക്കണം, അധികാരം വേണം. അതിനുള്ള വഴിയോ? യുദ്ധവും കാമവും. കണ്ടില്ലേ, നേർ വിപരീതമായ 2 ശക്തികൾ അവർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച രാവണൻ വേദവതിയെ കണ്ടപ്പോൾ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. തന്റെ കയ്യിലുള്ളതെല്ലാം, അധികാരം, സമ്പത്ത്, സുഖങ്ങൾ, അതൊക്കെ വെച്ച് അവളെ വീഴ്ത്താമെന്നവൻ കരുതി. അവനൊരിക്കലും വേദവതിയെ ഒരു ആത്മീയ വ്യക്തിയായി കണ്ടില്ല. പകരം സ്വന്തമാക്കാനുള്ള മറ്റൊരു വസ്തുവായിട്ടാണ് കണ്ടത്. എന്നിട്ട് അവളോട് പറഞ്ഞു. പക്ഷേ വേദവതി തെല്ലും പതറിയില്ല. വളരെ ശാന്തമായിട്ട് പറഞ്ഞു, എന്റെ ജീവിതം മഹാവിഷ്ണുവിനുള്ളതാണ്. നിങ്ങളുടെ ഈ അധികാരത്തിനും പണത്തിനും എന്റെ മുന്നിൽ ഒരു വിലയുമില്ല. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. വിചാരിക്കുന്നത് എന്തും നേടാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്ന രാവണന് ഈ ഒരു മറുപടി താങ്ങാൻ പറ്റുമോ? അതവന്റെ അഹങ്കാരത്തിന് ഏറ്റവും ഒരു അടിയായിരുന്നു. അവിടെ വെച്ച് രാവണന്റെ അഹങ്കാരം അക്രമമായി മാറി. അവൻ അവളുടെ മുടിയിൽ കയറി പിടിച്ചു. നമ്മളത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ഗൗരവം പൂർണ്ണമായി മനസ്സിലാവില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു സ്ത്രീയുടെ മുടിയിൽ ബലമായി സ്പർശിക്കുന്നത് അവളുടെ ആത്മാഭിമാനത്തെയും പരിശുദ്ധിയെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിരുന്നു. അത് വെറുമൊരു ശാരീരിക ആക്രമണമായിരുന്നില്ല, അതൊരു കളങ്കപ്പെടുത്തലായിരുന്നു. ആ നിമിഷം എല്ലാം മാറിമറിഞ്ഞു. വേദവതിയുടെ ശാന്തത ഒരു കൊടുങ്കാറ്റ് പോലെ മാറി. അതിനു പകരം ഉള്ളിൽ നിന്ന് ഒരു ദൈവികമായ ക്രോധം അണപൊട്ടിയൊഴുകി. അവരുടെ പ്രതികാരം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല, അത് യുഗങ്ങളോളം ഓർമ്മിക്കപ്പെടുന്ന ഒരു അഗ്നിപ്രവൃത്തിയായിരുന്നു. ആദ്യം രാവണന്റെ സ്പർശനമേറ്റ് തന്റെ ശരീരം മലിനമായെന്ന് അവർ പ്രഖ്യാപിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല, തന്റെ തപശക്തി ഉപയോഗിച്ച് അപ്പോൾ തന്നെ ഒരു ചിതയൊരുക്കി. ആ തീയിലേക്ക് നടന്നു കയറുന്നതിന് മുൻപ് അവരൊരു ശപഥം ചെയ്തു. അതൊരു വെറും ശാപമായിരുന്നില്ല, രാവണന്റെ വിധി തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു പ്രവചനമായിരുന്നു അത്. ആ വാക്കുകളുടെ ശക്തി ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ വീണ്ടും ജനിക്കും, പക്ഷേ ഒരു മനുഷ്യ സ്ത്രീയുടെ വയറ്റിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്നു തന്നെ. നിന്റെ സർവനാശത്തിനും കാരണമാകാൻ വേണ്ടി മാത്രം. കണ്ടോ, തനിക്ക് നേരെയുണ്ടായ ഒരു അതിക്രമത്തെ അവന്റെ തന്നെ നാശത്തിനുള്ള ആയുധമാക്കി മാറ്റുകയായിരുന്നു വേദവതി ആ ശപഥത്തിലൂടെ. അപ്പോ ആ അഗ്നിയിൽ സ്വയം ഹോമിച്ച വേദവതി ആരായിട്ടായിരിക്കും വീണ്ടും ജനിച്ചത്? ഇപ്പോഴാണ് നമുക്കെല്ലാവർക്കും പരിചിതമായ രാമായണത്തിലേക്ക് ഈ കഥയുടെ കണ്ണികൾ കൂടിച്ചേരുന്നത്. വേദവതിയുടെ ശബ്ദം ഓർമ്മയില്ലേ? ഒരു മനുഷ്യ ഗർഭപാത്രത്തിൽ നിന്നായിരിക്കില്ല ജനനമെന്ന്. അത് അക്ഷരം പ്രതി ശരിയായിരുന്നു. ജനക മഹാരാജാവിന് ആ പെൺകുഞ്ഞിനെ കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? വയൽ ഉഴുതുമറിക്കുമ്പോൾ ഒരു ഉഴവുചാലിൽ നിന്ന്. അതുകൊണ്ടാണ് ആ കുഞ്ഞിന് സീത എന്ന പേരിട്ടത്. സീത എന്ന വാക്കിനർത്ഥം ഉഴവുചാൽ എന്നാണ്. ശരിക്കും ഭൂമിദേവിയുടെ മകൾ. ആ ശബ്ദത്തിന്റെ ആദ്യ ഭാഗം അവിടെ പൂർത്തിയായി. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ ഒരു ആത്മാവ് വേദവതിയായി ഒരു ശബ്ദമെടുക്കുന്നു, അതേ ആത്മാവ് സീതയായി വീണ്ടും ജനിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അവൻ അറിയുന്നില്ലായിരുന്നു താൻ പണ്ട് തുടങ്ങി വെച്ച ആ ശാപത്തിന്റെ കാഞ്ചി വനിക്കുകയാണെന്ന്. സ്വന്തം നാശത്തെ അവൻ തന്നെ ലങ്കിയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ശരിക്കും. ഇതിലെ സാമ്യം കണ്ടോ? എന്ത് കൃത്യമാണെന്ന്. വേദവതി വിഷ്ണുവിന് വേണ്ടി ജീവിച്ചു. സീതയാകട്ടെ വിഷ്ണുവിന്റെ അവതാരമായ രാമനെ വിവാഹം കഴിച്ചു. വേദവതിയെ രാവണൻ അപമാനിച്ചു. സീതയെ അവൻ തട്ടിക്കൊണ്ടുപോയി. വേദവതി അവന്റെ നാശം ശപഥം ചെയ്തു. സീത ആ നാശത്തിന് കാരണക്കാരിയായി. ഇതൊരു കറക്റ്റ് സൈക്കിളാണ്. പ്രപഞ്ചനീതി എന്ന് പറയുന്നത് ഇതാണ്. ശരി, അപ്പോൾ ഈ ഒരു ബാക്ക് സ്റ്റോറിക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? ഇതറിഞ്ഞതുകൊണ്ട് രാമായണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് എന്ത് മാറ്റമാണ് വരുന്നത്? ഇതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ: കർമ്മം. കാരണം ഈ കഥയറിയുമ്പോൾ രാമായണം വെറുമൊരു രക്ഷാദൗത്യത്തിന്റെ കഥയല്ലാതായി മാറുന്നു.
മറിച്ച് അധർമ്മത്തിന്റെ, അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്നുള്ള ഒരു വലിയ കഥയായി മാറുന്നു. പ്രപഞ്ചം എപ്പോഴും കണക്കുകൾ തുല്യമാക്കാനുള്ള ഒരു വഴി കണ്ടെത്തുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: രാവണന്റെ അവസാനം കുറിച്ചത് സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോഴല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുൻപ് അവൻ വേദവതിയെ അപമാനിച്ച ആ നിമിഷം തന്നെ അവന്റെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. സീതാപഹരണം അതിന്റെ അവസാനത്തെ അധ്യായം മാത്രമായിരുന്നു. രാവണനെ തോൽപ്പിച്ചത് രാമനല്ല, അവന്റെ സ്വന്തം ഭൂതകാലമാണ്. അപ്പോ ഈ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ടാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വലുതായാലും ചെറുതായാലും അത് നമ്മുടെ ഏത് ഭാവിയാണ് എഴുതി ചേർക്കുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.